ഇന്റർനെറ്റ് മുതൽ ടെക്നോളജി മുതൽ ഏത് കാര്യത്തിലാണ് നമ്മൾ പുറകിലെ? സത്യം അല്ലേ? ലോകത്ത് ഇപ്പം അമേരിക്ക കിട്ടുന്ന ഏത് ഫെസിലിറ്റിയാണ് ഇന്ത്യ കിട്ടാത്തതുള്ളത് എന്ന് ചിന്തിച്ച് ചോദിക്കുക. സോഷ്യൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ പുറകിലാണ്. ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ചില പുറകാണ്. പക്ഷേ ഫെസിലിറ്റി, ജീവിക്കാനുള്ള ഫെസിലിറ്റി, നിങ്ങൾക്ക് കാശ് മുടക്കിയാൽ അമേരിക്കയിലും കാശ് മുടക്കാതെ ഒന്നും കിട്ടില്ലല്ലോ. അവിടെ കിട്ടുന്ന ഏത് ഫെസിലിറ്റി ഇവിടെ കിട്ടില്ലേ? അമേരിക്കയിൽ ഒരു ഐഫോൺ ഇന്ന് റിലീസ് ചെയ്താൽ നാളെ അല്ല അടുത്ത ആഴ്ച ഇന്ത്യയിൽ വരുമല്ലോ. പണ്ട് നമ്മൾ ഫോറിൻ സാധനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. വിദേശത്ത് വരുന്ന ഒരാൾ കാത്തിരിക്കാൻ വേണ്ടി ഫോറിൻ സാധനം, ഫോറിൻ കുട വരെ, ഒരു കുട പോലും ഫോറിൻ കുട എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കുക. എൻ്റെ ബാല്യകാലത്തൊക്കെ വിദേശത്ത് വരുന്ന പറയും മടക്കുന്ന കുടയും കൊണ്ടുവരുന്നത്, അതിന് ഫോറിൻ കുട എന്നാണ് പേരിട്ടിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വളർന്ന സമയത്തുണ്ട്. എന്തിനാ ലുങ്കി ഗൾഫിൽ നിന്ന് വരുന്നവരാ നല്ല നല്ല തുണിയുള്ള ഈ ലുങ്കിയും കയ്യിലൊക്കെ കൊണ്ടുവന്നിരുന്നത്. നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരുമാതിരി പരുത്തി തുണിയായിരുന്നു. ഇതൊക്കെ 80s ജീവിച്ചിരുന്ന ആളുകൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ ഒരു കാർ മര്യാദയ്ക്ക് കാണാൻ തുടങ്ങിയെന്നാ. നമുക്കൊരു അംബാസഡർ കാർ കിട്ടണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണമായിരുന്നു, ബുക്ക് ചെയ്തിട്ട് 1.5 വർഷമൊക്കെ. ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടണമെങ്കിൽ എംപിയുടെ റെക്കമെൻഡേഷൻ വേണമായിരുന്നു ഒരു കാലത്ത്. 80s 90s കാര്യം ഞാനീ പറയുന്നത്. മരഞ്ഞാട്ടുള്ളിയിൽ നിന്ന് ഞങ്ങളുടെ എറണാകുളത്ത് പ്രിൻറ്റിങ് നടക്കുന്ന പ്രസ്സിലേക്ക് വിളിക്കണമെങ്കിൽ 1.5 മണിക്കൂർ ബുക്ക് ചെയ്തിട്ട് 1.5, 2, 3 മണിക്കൂറൊക്കെ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു തെറ്റ് വന്നത് തിരുത്താൻ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് STD ഫെസിലിറ്റി ഇല്ലായിരുന്നു. മരഞ്ഞാട്ടുള്ളിൽ ഒരു STD ബൂത്താണ് ഉണ്ടായിരുന്നത്. അവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 പേര് ക്യൂ നിൽക്കുന്നുണ്ടാവും. 16ാമത്തെ ആളായിട്ട് എനിക്ക് പോയി നിൽക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കേരളവും ഇന്ത്യയും നമ്മൾ സങ്കല്പിക്കുക. ഇന്ന് ലോക നിലവാരമുള്ള ഫെസിലിറ്റികൾ ഇവിടെ കിട്ടുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നോക്കൂ. ഇത്രയും യൂട്യൂബേഴ്സും യൂട്യൂബ് വീഡിയോ നിങ്ങൾ തടസ്സമില്ല കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ മുതൽ അണ്ടർ സീ ഒപ്റ്റിക്കൽ ഫൈബർ മുതൽ എന്തെല്ലാം ഫെസിലിറ്റികൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ നാടിനെയും നമ്മുടെ പോരായ്മകളെയും ഒക്കെ പറയുമ്പോഴും ഈ ടെക്നോളജി എത്ര അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു.